അധ്യായം 2. ഹോട്ടൽ വിന്നേഴ്സ്. മരണത്തെ മുഖാമുഖം കണ്ട ഞാൻ എന്റെ പീഡാനുഭവങ്ങൾക്കായി ചുമട്ട് തൊഴിലാളി സ്റ്റീഫൻ ദൈവത്തിന്റെ കൈ പിടിച്ച് ഒരു പുനർജന്മത്തിനുള്ള ശ്രമം നടത്തി. വീണു പോകാതിരിക്കാൻ ഞാൻ ദൈവത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. നടക്കാൻ തുടങ്ങിയ അയാൾ എന്റെ പിടുത്തം മുറുകുന്നത് അറിഞ്ഞ് തിരിഞ്ഞു നിന്നു. എന്നതാ പറ്റിയേ? വയ്യേ തനിക്ക്? അയാൾ ചോദിച്ചു. ഞാൻ പിടുത്തം വിടാതെ ഒരടി അയാൾക്കരികിലേക്ക് ചേർന്ന് നിന്ന് എന്റെ സംസാരശേഷി സ്വയം പരിശോധിച്ചുകൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞു, ചേട്ടാ, ഇത്തിരി വെള്ളം കുടിക്കണം. ഒന്നും കഴിക്കാഞ്ഞിട്ടാ, തലയൊന്ന് കറങ്ങി, അതാ. സംസാരശേഷി തിരിച്ചു കിട്ടിയതിൽ എന്റെ ഉള്ളം സന്തോഷിച്ചു. കാര്യം ഗ്രഹിച്ചപ്പോൾ ഒരു നിമിഷം അയാൾ എന്നെ തുറിച്ചു നോക്കി. പിന്നെ പിടിച്ചു വലിച്ചിട്ടെന്നോണം ഇത്തിരി നടത്തി. മീൻചന്തയിലെ ബഹളങ്ങൾ വളരെ അകലെ എന്നോണമാണ് ഞാൻ കേൾക്കുന്നത്. നിലത്ത് കൊരണ്ടിപ്പലകകളിലിരുന്ന് ആവശ്യത്തിലധികം ഒച്ചയുണ്ടാക്കി മീൻ വിറ്റുകൊണ്ടിരുന്ന സ്ത്രീകളിൽ ഒന്നിന്റെ മുൻപിൽ അയാൾ എന്നെ നിർത്തി. നരയ്ക്കാൻ തുടങ്ങിയ പാറിപ്പറക്കുന്ന മുടിയും തൂങ്ങാൻ തുടങ്ങിയ ചെവികളിൽ ക്ലാവ് പിടിച്ച മേക്കാമോതിരവും വല്ലാണ്ട് മുഷിഞ്ഞ നാറിയ കൈലിയും ചട്ടയും ഇട്ട ഒരു ചേട്ടത്തിയുടെ മുൻപിൽ അയാൾ അധികാര സ്വരത്തിൽ പറഞ്ഞു, ത്രേസ്യ ചേട്ടത്തി, കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. ചേട്ടത്തിയുടെ മുൻപിൽ 3 തരം മീനുകൾ ഉണ്ടായിരുന്നു. കപ്പ നടാൻ മണ്ണ് കൂമ്പാരം കൂട്ടിയിട്ട പോലെ ചത്ത് ചെയ്യാൻ തുടങ്ങിയ മീനുകളെ 3 ഇടങ്ങളിൽ കൂമ്പാരം കൂട്ടിയിട്ടിട്ട് മീനുകളുടെ ഈച്ചയാട്ടിക്കൊണ്ട് ആളുകളെ കൈകാട്ടി വിളിച്ച്, നല്ല പെടയ്ക്കണ മീനുണ്ട് കേട്ടാ എന്ന് ഉച്ചത്തിൽ പറയുന്നതിനിടയിലാണ് സ്റ്റീഫൻ വെള്ളം ചോദിച്ചത്. ചേട്ടത്തി എടുത്തടിച്ച പോലെ പറഞ്ഞു, എടാ സ്റ്റീവാ, എനിക്കിവിടെ മീൻ കച്ചവടാണ്, വെള്ളക്കച്ചവട അല്ല കേട്ടാ. നല്ല പെടയ്ക്കണ മീനുണ്ട്, നീ ഇത് 10 എണ്ണം വാങ്ങി വീട്ടിൽ കൊണ്ടേക്കൊടു. ത്രേസ്യ ചേട്ടത്തി ഞാനെന്ന ഒരു പട്ടിണിക്കോലം മുൻപിൽ നിൽക്കുന്നത് ശ്രദ്ധിച്ചു പോലുമില്ല. സ്റ്റീഫൻ ദൈവം ഗൗരവം കളഞ്ഞ് ചേട്ടത്തിക്കരികിൽ കുന്തക്കാലിൽ ചെന്നിരുന്ന് സ്വകാര്യം പറഞ്ഞു, ത്രേസ്യേട്ടത്തി ആ ചെക്കനെ കണ്ടോ? പട്ടിണി കിടന്ന് തല കറങ്ങി നിൽക്കുവാ. അവന് വിന്നേഴ്സ് ഹോട്ടലിൽ ഞാനൊരു ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം കൊടുത്തില്ലെങ്കിൽ ചെക്കൻ വീണു പോവും, അതാ. ചേട്ടത്തി ചാടി എണീറ്റു. എന്നെ സൂക്ഷിച്ചു നോക്കി. എന്റെ പാറേ മാതാവേ, എന്നാ നിനക്കിതങ്ങ് നേരത്തെ പറഞ്ഞാ മതിയല്ലേ? ചേട്ടത്തി എന്നോടായി പറഞ്ഞു, ദേ ഇപ്പൊ തരാം കേട്ടാ. അവർ കൊരണ്ടിപ്പലകയ്ക്ക് പുറകിൽ വെച്ചിരുന്ന തുണി സഞ്ചിയിൽ നിന്നും കൈയിട്ട് ഒരു സ്റ്റീലിന്റെ തൂക്കുപാത്രം പുറത്തെടുത്ത് എന്റെ അടുത്തേക്ക് വന്നിട്ട്, ഇതില് അരപ്പാത്രം കട്ടൻ ചായ ഉണ്ട്, ചൂടില്ല, ഒറ്റ വലിക്കങ്ങ് കുടിച്ചോ. അവർ പെട്ടെന്ന് തിരിഞ്ഞു നടന്ന് വീണ്ടും തുണിസഞ്ചിയിൽ കൈയിട്ട് തൊലി കറുക്കാൻ തുടങ്ങിയ ഒരു റോബസ്റ്റ പച്ചപ്പഴം എടുത്തുകൊണ്ടുവന്ന് എനിക്ക് നീട്ടി. ഞാൻ വിസ്മയത്തോടെ അവരെ നോക്കി. ഇത്തിരി മുമ്പ് സ്റ്റീഫനോട് തട്ടിക്കേറിയ മീൻകാരി തള്ളയല്ലായിരുന്നു അത്. മുഷിഞ്ഞു നാറിയ അവരുടെ കൈലിമുണ്ടിനും ചട്ടയ്ക്കുമുള്ളിൽ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. എൻ്റെ കണ്ണു നിറഞ്ഞു. അതങ്ങ് കുടിച്ചിട്ട് ഈ പഴം കൂടി തിന്നോ, പിന്നെ തല കറങ്ങില്ല കേട്ടാ. ഞാൻ ഒറ്റ വലിക്ക് മധുരമോ ചൂടോ ഇല്ലാത്ത കട്ടൻ ചായ അമൃത് പോലെ കുടിച്ചു തീർത്തു. പഴം തിന്നുമ്പോൾ ഞാൻ സ്റ്റീഫൻ ദൈവത്തെ നോക്കി. അയാൾ അന്തം വിട്ട് ത്രേസ്യ ചേട്ടത്തിയിൽ പെട്ടെന്ന് വന്ന മാറ്റം കണ്ടു നിൽക്കുകയായിരുന്നു. ത്രേസ്യ ചേട്ടത്തിയുടെ കട്ടൻ ചായയും പഴവും എന്റെ കാതും കണ്ണുകളും തുറപ്പിച്ചു. മീൻ ചന്തയുടെ കാതടപ്പിക്കുന്ന ബഹളങ്ങളും നാറ്റവും ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു പട്ടിണി മരണത്തിൽ നിന്നും എന്നെ കരകയറ്റിയ സ്റ്റീഫൻ ദൈവത്തിനും ത്രേസ്യ ചേട്ടത്തിക്കും വിധേയപ്പെട്ട് ഞാൻ നിന്നു. സ്റ്റീഫൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ ഇപ്പൊ ഓക്കെ ആയില്ലേ? ഞാൻ ഊവ് എന്ന് തലയാട്ടി. എന്നാ വേഗം വാ, ഇനിയും വൈകിയ അയാൾ വല്ല ഓട്ടോയും പിടിച്ചു പോകും, നിന്റെ പണിയും പോവും. അയാൾ ധൃതി വെച്ച് നടന്നു. കണ്ണുകൊണ്ട് ത്രേസ്യ ചേട്ടത്തിയോട് നന്ദി പറഞ്ഞ് ഞാൻ എന്റെ പുനർജന്മത്തിലേക്ക് പിച്ചവെച്ചു. പേരുകൾ അറിയാത്ത വലിയ ഇനം മീനുകൾ നിറച്ച ഒരു കുട്ടയ്ക്ക് പുറകിൽ ഹോട്ടൽ വിന്നേഴ്സിന്റെ മുതലാളി യൂസഫ് ക ക്ഷമ കെട്ട് നിന്നിരുന്നു. വെളുത്തു തടിച്ച അയാളുടെ കഷണ്ടി ആക്രമിച്ച തലയിലെ വിയർപ്പ് കണങ്ങളിൽ ഉദയസൂര്യന്റെ ഇളം വെയിൽ തിളങ്ങി. ജുബയും ഇടത്തോട്ട് മടക്കി കുത്തിയ മുണ്ടും ധരിച്ചു നിന്ന മുതലാളിയുടെ കുറിയ കഴുത്തിൽ നിന്നും ഒരു തടിയൻ സ്വർണമാല ഉടവയറു വരെ ഞാന്നു കിടന്നിരുന്നു. സ്റ്റീഫനെ കണ്ടതും അയാളുടെ ചുണ്ടുകൾക്കിടയിൽ തിരികിയിരുന്ന എരിയുന്ന വിൽ സിഗരറ്റ് 2 തവണ ആഞ്ഞു വലിച്ചിട്ട് അയാൾ അത് അലക്ഷ്യമായി എറിഞ്ഞു കളഞ്ഞു. അനക്കൊരു ഉഷാറില്ലല്ലോടാ സ്റ്റീഫ, ഓട്ടോറിക്ഷക്കാര് വണ്ടിയിൽ മീൻ കേറ്റൂലെന്ന്, ഹറാം പറപ്പാണ്. എനക്ക് മീൻചന്ത കുത്തിയിരിക്കാൻ നേരല്ലടേ.
സ്റ്റീഫൻ എന്നെ പിടിച്ച് മുന്നോട്ട് നിർത്തി. ദേ, ഇവൻ മീൻ ചുമന്ന് ഹോട്ടലിൽ എത്തിച്ചു തരും. മുതലാളി അവന് കാശൊന്നും കൊടുക്കണ്ട, അവിടെ ഒരു പണി കൊടുത്താൽ മതി. മുതലാളി എന്നെ അടിമുടി നോക്കി പരിശോധിച്ചു. പണി കൊടുക്കാം, ഇന്നൊരുത്തനെ ഒഴിവാക്കിയ ചാൻസ് ഉണ്ട്. പക്ഷേങ്കി ഇയാൾക്കൊരു ഉഷാറില്ലല്ലോടാ. ഓനീ മീൻകൊട്ട ചുവന്ന് എത്തിക്കുവോ? ഭക്ഷണം ചെല്ലുമ്പോ ഉഷാറൊക്കെ തന്നെ വന്നോളും മുതലാളി. സ്റ്റീഫൻ ഇത്തിരി ദൂരെ കിടന്ന ഒരു സവാളച്ചാക്കെടുത്ത് ഉടഞ്ഞ് ഒരു ചുമ്മാടുണ്ടാക്കി എന്റെ തലയിൽ വെച്ചു. ഞാൻ ചുമ്മാട് തലയുടെ നടുക്ക് ഉറപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാളിയും സ്റ്റീഫനും കൂടെ മീൻകൊട്ട വലിച്ചു പൊക്കി എന്റെ തലയിൽ വെച്ചു. മറ്റക്കുഴി പാടത്തെ ചേണിക്കണ്ടത്തിൽ ചിങ്ങമാസത്തിൽ കൊയ്ത നെൽച്ചുരുട്ടുകൾ അമ്മയും ചേച്ചിയും കൂടെ തലയിലേക്ക് വെച്ചു തന്നപ്പോൾ എന്റെ കാലുകൾ ചെളിയിലേക്ക് മുട്ടോളം ഇറങ്ങിപ്പോയ ഓർമ്മ വന്നു എനിക്ക്. തലയിലെ ഭാരം കൊണ്ട് എന്റെ പൊക്കം കുറഞ്ഞു. താങ്ങാനാവാത്ത കല്ലെടുത്തിട്ട് പറക്കാനാവാത്ത തുമ്പിയെ പോലെ ഞാൻ ഇത്തിരി നേരം ചിറകടിച്ച് വിറച്ചു തേങ്ങി നിന്നു. ശൂന്യമായി പോയ ഭാവിയിൽ കണ്ട പ്രതീക്ഷയുടെ മിന്നാമിനുങ്ങ് വെട്ടത്തിലേക്ക് എത്ര ഭാരം വലിച്ചിട്ടാണെങ്കിലും എനിക്ക് നടക്കേണ്ടതുണ്ട്. മിനിമം ഒരു നേരത്തെ ഭക്ഷണം. ഈ ചുമട് ഇവിടെ ഉപേക്ഷിക്കുന്നതും ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നതും ഒന്നാണെന്ന തിരിച്ചറിവിൽ ഞാൻ എന്റെ വിറയ്ക്കുന്ന കാലുകൾ മുന്നോട്ട് ചലിപ്പിച്ചു. 2-3 ചുവടുകൾ വെച്ചപ്പോൾ ഒരുതരം ആത്മവിശ്വാസം കൈവന്നു. ചത്തുമരവിച്ച മീനുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ ഇട്ടിരുന്ന ഐസുകൾ ഉരുകി നാറുന്ന തണുത്ത വെള്ളം എന്റെ തലയിലും തോളുകളിലും ഇറ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. ഹോട്ടൽ വിന്നേഴ്സിന്റെ മുതലാളി അയാളുടെ മിന്നുന്ന കരയുള്ള മുണ്ട് ഇടത്തോട്ട് പൊക്കി കുത്തി വലത്തോട്ട് നടന്നു. അയാളെ എത്തിപ്പിടിക്കാൻ ഞാൻ എന്റെ അവശേഷിക്കുന്ന പ്രാണനും കൊണ്ട് ബന്ധപ്പെട്ടു നടന്നു. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രധാന വീതിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതലാളി തിരിഞ്ഞു നിന്നു. അനക്കറിയില്ലേ വിന്നേഴ്സ് ഹോട്ടല്? അറിയാം. എന്റെ ശബ്ദം വല്ലാതെ വിറച്ചു. എന്നാ നേരെ അങ്ങോട്ടേക്ക് വിട്ടോളി, അവിടെ കാണാം. അയാൾ ധൃതി വെച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു മറഞ്ഞു. ആദ്യം ഒരു ഇറക്കമാണ് ഊട്ടി ലോഡ്ജിനടുത്തുള്ള ഗാന്ധി സ്ക്വയറിലേക്ക്. അവിടുന്ന് വലത്തോട്ട് അയ്യപ്പാസും രാധാസും കഴിഞ്ഞാൽ ഒരു കയറ്റമുണ്ട്. കയറ്റം തീരുന്നിടത്താണ് ഹോട്ടൽ വിന്നേഴ്സ്. എനിക്കതറിയാം. 2 തവണ ജോലി ചോദിച്ച് ഞാൻ അവിടെ ചെന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാരമേറിയ ദുസ്സഹമായ നടപ്പ് ആരംഭിച്ചു. നല്ല വസ്ത്രം ധരിച്ച ജനങ്ങൾ ജോലിക്കും മറ്റുമായി ടൗണിൽ തലങ്ങും വിലങ്ങും എനിക്കെതിരെയും ഒപ്പവും ധൃതി വെച്ച് ഓടുകയും നടക്കുകയും ചെയ്തു. അവർക്കിടയിലൂടെ ആൾക്കൂട്ടത്തിൽ തനിയെ നാറുന്ന ഭാരവുമായി ഞാൻ എൻ്റെ ഭാവിയിലേക്ക് നടന്നു. അയ്യപ്പാസും രാധാസും പിന്നിട്ടതോടെ എൻ്റെ തലക്കനം എൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിടാൻ തുടങ്ങി. അഴിയാൻ തുടങ്ങിയ മുണ്ടൊന്ന് മുറുക്കിയെടുക്കാൻ ഞാൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ സഹായം തേടി. മീൻകുട്ട പോസ്റ്റിൽ കൊള്ളിച്ച് ബാലൻസ് ചെയ്ത് ഞാൻ മുണ്ട് അഴിച്ചു കുത്തി. പിന്നെ കയറ്റമാണ്. കയറാൻ തുടങ്ങിയപ്പോൾ കണ്ണിലേക്ക് ഇരുട്ട് കയറി. അമ്മേ, ഞാൻ അറിയാതെ വിളിച്ചു. അമ്മ വിളി കേട്ടു. അമ്മ പറഞ്ഞു, മോൻ ഇവിടം വരെ നടന്നു വന്നില്ലേ? ഇനി ഇച്ചിരി വഴിയേ ഉള്ളൂ. ഇപ്പോഴങ്ങെത്തും. അമ്മയുണ്ടല്ലോ കൂടെ. അവിടെ എത്തിക്കിട്ടിയാൽ അവര് മോന് ഭക്ഷണം തരും. വയറ് നിറച്ച് കഴിച്ചോളണട്ടോ. അമ്മയുടെ വാക്കുകൾ എന്നെ ആ അവസ്ഥയിൽ വല്ലാതെ ആശ്വസിപ്പിച്ചു. ശരി അമ്മേ. ഞാൻ അമ്മയുടെ അനുസരണയുള്ള മകനായി. അമ്മയുടെ സാമീപ്യത്തിന്റെ പിൻബലത്തിൽ ഞാൻ കയറ്റം കയറി. ഞാൻ വല്ലാതെ വിയർത്തു. മൂവാറ്റുപുഴ കുരുവിത്തടം ടെക്സ്റ്റൈൽസിൽ നിന്നും വാങ്ങിയ 30 രൂപ വിലയുള്ള എന്റെ ഇളം നീല ഷർട്ട് മീൻ വെള്ളവും വിയർപ്പും കൊണ്ട് ശരീരത്തിലേക്ക് നനഞ്ഞൊട്ടി. വിന്നേഴ്സ് ഹോട്ടലിന്റെ മുന്നിൽ മുതലാളി അക്ഷമനായി നിന്നിരുന്നു. ഒന്ന് അനങ്ങി നടക്കിനടോ, നേരെ കുശ്നിയിലേക്ക് വിട്ടോ. അയാൾ ഹോട്ടലിന്റെ ഇടതുവശത്തൂടെയുള്ള ഇടവഴി കാണിച്ചു തന്നു. തൊണ്ട വരണ്ടുണങ്ങിപ്പോയതിനാൽ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ നടക്കുകയല്ലായിരുന്നു, നടുക്കടലിൽ അകപ്പെട്ട പോലെ തുഴയുകയായിരുന്നു. മലയാള മനോരമയ്ക്കും ഹോട്ടൽ വിന്നേഴ്സിനും ഇടയിലുള്ള മതിലിന്റെ ഓരം പറ്റി അടുക്കള വാതിക്കലേക്ക് ഞാൻ ഇഴഞ്ഞു നീങ്ങി. അമ്മയെ കാണുന്നില്ല. കണ്ണിലേക്ക് ഇരുട്ട് ഇരച്ചു കയറി. ഇടവഴി ഇരുട്ടിലായി. എന്റെ കാഴ്ച പൂർണ്ണമായും നശിച്ചു. എനിക്ക് ലക്ഷ്യമില്ലാതായി. ഇത്തിരി വെളിച്ചത്തിനായി ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു. ഹോട്ടൽ വിന്നേഴ്സിൽ പ്രഭാത ഭക്ഷണങ്ങളുടെ തിരക്കൊഴിഞ്ഞിട്ടില്ല. പ്രധാന സപ്ലയർ മമ്മദിക്ക എപ്പോഴും തിരക്കിലാണ്. അയാൾ ഹോട്ടൽ ബോയ്സിനെ ഒച്ചയെടുത്ത് പണിയെടുപ്പിക്കും. തലശ്ശേരിക്കാർ കുശ്നിയെന്ന് വിളിക്കുന്ന ഹോട്ടലിന്റെ അടുക്കള വിശാലമാണ്. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാവും എപ്പോഴും അടുക്കള. ചായത്തട്ടിലും പൊറോട്ടത്തട്ടിലും എപ്പോഴും ആളു വേണം. അരിയാട്ടുന്നവനും പച്ചക്കറി അരിയുന്നവനും ഇതേ ഹാളിലാണ്. ദോശക്കല്ല് എപ്പോഴും പഴുത്തു കിടക്കും.
പാത്രങ്ങൾ കഴുകുന്നിടം മാത്രമാണ് ഇത്തിരി അകലെയുള്ളത്. പെട്ടെന്നാണ് വഴുവഴുപ്പുള്ള എന്തോ പാഞ്ഞിഴഞ്ഞു വന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന അബൂബക്കറിന്റെ കാലിൽ ശക്തിയായി ഇടിച്ചതും അയാൾ പേടിച്ച് അള്ളോ എന്ന് വിളിച്ച് നിന്നിടത്തു നിന്നും ചാടിയതും. മെയിൻ ഹാളിൽ നിന്നും കൈകൾ നിറയെ എച്ചിൽ പാത്രങ്ങളുമായി ധൃതി വെച്ച് പോവുകയായിരുന്ന അലിയാര് ഒഴുകി വന്ന ഒരു വലിയ മീനിൽ തട്ടി പാത്രങ്ങളോടൊപ്പം വലിയ ശബ്ദങ്ങളോടെ കമഴ്ന്നിടിച്ച് വീണതും ഒപ്പമായിരുന്നു. പാത്രങ്ങൾ വീണ് പൊട്ടിച്ചിതറുന്ന ശബ്ദം മെയിൻ ഹാളിൽ വരെ കേട്ടു. അടുക്കളയിൽ എന്ത് സംഭവിച്ചു? ആളുകളൊക്കെ മിന്നൽ വേഗത്തിൽ കുശ്നിയിലേക്ക് ഓടിയെത്തി. ഹോട്ടൽ വിന്നേഴ്സിന്റെ അടുക്കള ഹാളിൽ ചത്ത മീനുകൾ ഒഴുകി നടന്നു. അതിന്റെ ഉത്ഭവസ്ഥാനത്ത് പുറത്തേക്കുള്ള വാതിൽക്കൽ ഒരു ഒഴിഞ്ഞ മീൻകൊട്ട കുശ്നിയിലേക്ക് ചരിഞ്ഞു കിടന്നിരുന്നു. അതിനപ്പുറം ബോധം കെട്ടുപോയ ഒരു തെരുവ് ബാലൻ കമഴ്ന്നടിച്ച് വീണു കിടന്നിരുന്നു.